പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിന്റെ നിർണായക പരീക്ഷണ വിക്ഷേപണം വിജയകരം. അത് പൊളിയാണല്ലേ. കർണാടക ചെല്ലക്കരയിലെ വ്യോമസേനയുടെ ടെസ്റ്റ് റൺവേയിൽ RLV തിരിച്ചിറക്കി. പുഷ്പക് എന്ന് പേരിട്ട RLVയുടെ മൂന്നാമത്തെ പരീക്ഷണ വിക്ഷേപണമാണ് വിജയമായത്. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഒരുപാട് കോടികൾ മുടക്കിയ ഒരു വിക്ഷേപണം നടത്തുമ്പോൾ അത് പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് എന്നതിൽ തന്നെ ഒരു വലിയ ആശ്വാസവും പ്രതീക്ഷയുമുണ്ട്, അല്ലേ ശ്രീധരൻ? തീർച്ചയായും ഇതിപ്പോൾ ISROയെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്നൊക്കെ നമ്മൾ കാവ്യാത്മകമായി പറയാറുണ്ട്. ഏതായാലും അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ RLVയുടെ വിക്ഷേപണം ഉണ്ടായിട്ടുള്ളത്. കർണാടകയിലെ ചിത്രദുർഗയ്ക്ക് സമീപത്തെ ചെല്ലക്കരയിലെ വ്യോമസേനയുടെ ടെസ്റ്റ് റൺവേയിലാണ് RLV, അതായത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ, ഇപ്പോൾ തിരിച്ച് ഇറക്കിയത്. പുഷ്പക് എന്നായിരുന്നു ഇതിന്റെ പേരിട്ടത്. ഇതിന്റെ മൂന്നാമത്തെ പരീക്ഷണമാണ് ഇപ്പോൾ വിജയമായിരിക്കുന്നത്. ഹൈപ്പർസോണിക് ഫ്ലൈറ്റ്, ഓട്ടോമാറ്റിക് ലാൻഡിംഗ്, പവേഡ് ക്രൂയിസ് ഫ്ലൈറ്റ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണമാണ് നടന്നത്. അതായത് ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 4.5 കിലോമീറ്റർ ഉയരത്തിലേക്ക് ഈ വിക്ഷേപണ വാഹനത്തെ കൊണ്ടുപോയി അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് വിടുകയാണ്. നമുക്ക് ഈ ISRO പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. തുടർന്ന് ഈ താഴേക്ക് വിടുന്ന ഈ വിക്ഷേപണ വാഹനം സ്വയം ഗതി നിർണയിച്ചുകൊണ്ട് ആ റൺവേയിൽ നിശ്ചയിച്ചിരിക്കുന്ന റൺവേയിലേക്ക് കൃത്യമായി തന്നെ ഇറങ്ങുകയാണ് ചെയ്തത്. ഏതായാലും ISROയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭാവി പരിപാടികളെ സംബന്ധിച്ച് ഇപ്പോൾ സ്പേസിലൊക്കെ പോയി തിരിച്ച് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ റോക്കറ്റിനെയൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നതിനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ ഈ അടുത്തിടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും KB ശ്രീധരൻ, ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, മലയാളി എന്നുള്ള നിലയിലൊക്കെ നമുക്ക് ഒരുപാട് അഭിമാനിക്കാം.